നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. 2026 വർഷത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ചൈനീസ് അസ്ട്രോളജി നോക്കുന്നത് കൊണ്ട് വളരെ വലിയ നേട്ടങ്ങളാണ് നമ്മൾക്കുണ്ടാകുന്നത്. സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള അസ്ട്രോളജിയാണ് ചൈനീസ് അസ്ട്രോളജി. ഇത് പല രാജ്യങ്ങളിലും ചൈനീസ് കലണ്ടർ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൈനീസ് അസ്ട്രോളജിയിൽ ഇപ്പോൾ കുതിര വർഷമാണ് നടക്കുന്നത്. ഈ കുതിര വർഷത്തില് തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങളും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ തിരുവാതിര നക്ഷത്രക്കാര് ഈ 2026 ആദ്യം ചെയ്യേണ്ടത് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിലെ സന്തുഷ്ടിയും സമാധാനവും സംജാതമാകുന്ന കാര്യത്തിൽ ചൈനീസ് അസ്ട്രോളജി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യമൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനായിട്ട് നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിനായിട്ട് സ്വകാര്യവും സ്വയാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനവും ഒക്കെ ആശ്രയിച്ച് നിങ്ങളുടെ പഠന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ അശ്രാന്തമായിട്ട് പരിശ്രമിക്കുന്ന ഒരു വർഷമാണിത്. സമചിത്തതയോടുകൂടിയുള്ള പ്രതികരണം മൂലം പ്രവർത്തന മണ്ഡലത്തിൽ ഒന്നിലധികം അവസരങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. സമാന ചിന്താഗതിക്കാരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടാനും പുതിയ കർമ്മ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുവാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ സേവന മനസ്ഥിതിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ സജ്ജന പ്രീതിക്കൊക്കെ വഴിയൊരുക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ വിലയൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് ബന്ധുജന സഹായമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വർഷം വിദേശ ഉദ്യോഗത്തിനൊക്കെ നിയമന അനുമതി ലഭിക്കുന്നതാണ്. അതിനൊക്കെ പരിശ്രമിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ലൊരു വർഷമാണ്. വിദഗ്ധ ഉപദേശത്താലൊക്കെ പുതിയ വ്യാപാര വിപണന മേഖലയിലൊക്കെ നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുന്നതാണ്. അത് നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിജയിപ്പിച്ചെടുക്കാവുന്നതാണ്. ബിസിനസ്സൊക്കെ വിജയിക്കുന്ന ഒരു വർഷമാണ്. യുക്തിയുക്തവും സത്യസന്ധവുമായിട്ടുള്ള ഒരു സമീപനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ എതിർപ്പുകളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അത് ഉപകരിക്കുന്നതാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ വിദേശ ജോലിയിലൊരു മാറ്റം സംഭവിക്കുന്നതാണ്. ചില ആളുകൾ നാട്ടിലേക്ക് വന്ന് സർക്കാർ ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളെയൊക്കെ ഒന്നിച്ച് താമസിപ്പിക്കത്തക്ക വിധം ഉദ്യോഗക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും അതിരുകടന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് അബദ്ധങ്ങൾക്കും പണനഷ്ടത്തിനുമൊക്കെ വഴിയൊരുക്കുന്നതാണ്. നിങ്ങൾ ചില കാര്യങ്ങളിൽ അസൂയൊക്കെ ഒഴിവാക്കി മത്സരമൊക്കെ ഒഴിവാക്കി സമചിത്തതയോടുകൂടിയുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സർവ്വ ആദരങ്ങൾക്കും നിങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതാണ്. നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുരഞ്ജനമൊക്കെ സാധ്യമാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചില കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു അനുരഞ്ജനത്തിൽ എത്തിക്കാനും അത് മൂലം നിങ്ങൾക്ക് ആഗ്രഹം സഫലീകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ഒക്കെയുള്ള യോഗമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില ദുശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് തന്നെ ഒരു ഉൾപ്രേരണ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് ചില വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു തീർക്കേണ്ടതാണ്. ചില കാര്യങ്ങളിലൊക്കെ അപകീർത്തി ഒഴിവാക്കാൻ പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവര് അത് മനസ്സിലാക്കി അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത്. നിങ്ങൾക്ക് ഒരു കാര്യം ചൈനീസ് അസ്ട്രോളജി ഉറപ്പ് പറയുന്നുണ്ട്. വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന തൊഴിൽപരമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്.
നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. അർഹതപ്പെട്ട പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമതയോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ അവധിയൊക്കെ എടുത്ത് വിശ്രമങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വർഷം പകുതിയോടുകൂടി ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമങ്ങളൊക്കെ നിങ്ങൾ നൽകേണ്ടതാണ്. സുവ്യക്തമായിട്ടുള്ള ധാരണയും ലക്ഷ്യബോധവും ഒക്കെ നിങ്ങൾക്ക് ഉള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറി സ്വന്തമായിട്ടുള്ള ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അത് വളരെ നല്ല ഒരു ലാഭത്തിലേക്ക് പോകുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ വർഷ പകുതിയോടുകൂടി വാഹന ഉപയോഗത്തിലൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്നതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചില ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ ദൈനംദിന ജീവിതത്തിലെ പ്രക്രിയകളെയൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. നീർദോഷ രോഗങ്ങൾക്കെതിരെ നിങ്ങളൊരു ജാഗ്രതയോടെ പോകേണ്ട ഒരു വർഷമാണ്. ശാരീരികമായിട്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അത്യാവശ്യം ഒരു വിശ്രമം നൽകേണ്ട സമയങ്ങളിൽ വിശ്രമം നൽകുക. ബന്ധുക്കളോടൊപ്പം പുണ്യ തീർത്ഥ ഉല്ലാസ യാത്രയ്ക്കൊക്കെ ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ മേലധികാരികളൊക്കെ ചെയ്തു വെക്കുന്ന ചില അബദ്ധങ്ങളൊക്കെ അതൊക്കെ ലഘൂകരിച്ച് അതിനൊരു വിശദീകരണമൊക്കെ നൽകി മറ്റുള്ളവരുടെ പ്രശംസയൊക്കെ നിങ്ങൾ പിടിച്ചു പറ്റുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയ ശതമാനം കൂടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ്. ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിലൊക്കെ ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രവർത്തന മേഖലകളിൽ അത്യഭൂതപൂർവമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടവും പുരോഗതിയും ഒക്കെ ഈ വർഷത്തിന്റെ ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും ലഭ്യമാകുന്നതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. അങ്ങനെ ആഗ്രഹ സഫലീകരണത്തിലൊക്കെ ആത്മനിർവൃതി നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കലാകായിക മത്സരങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നതാണ്. സമ്മാന പദ്ധതികൾ, നറുക്കെടുപ്പ് തുടങ്ങിയവയിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഭാഗ്യക്കുറിയൊക്കെ ലഭിക്കുന്നതാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്നതാണ്. അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒന്നു ചേർന്ന് താമസിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവാഹമാകാതിരുന്നവർക്ക് വിവാഹമൊക്കെ ആകുന്നതാണ്. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ദാമ്പത്യ സുഖമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ലളിതമായിട്ട് അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആദരവും വിനയമുള്ള ഒരു സമീപനം മൂലം മാർഗതടസ്സങ്ങളൊക്കെ അതിജീവിച്ച് കാര്യവിജയം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. എന്നാലും അമിത ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാതെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം വന്നു ചേരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോഗ്യം വളരെ ക്ഷയിക്കുന്ന ഒരു സമയം കൂടിയാണ്. അനാരോഗ്യമായിട്ടുള്ള കാരണങ്ങളാൽ പലപ്പോഴും നിങ്ങൾ അവധി എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെറിയൊരു അസുഖം വന്നാൽ പോലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തേടുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബ ജീവിതത്തിൽ വളരെയധികം ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷ അവസാനവും വളരെ നല്ലൊരു സമയമാണ്. ഈശ്വര പ്രാർത്ഥനകളാൽ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക ഇവയൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്വന്തം ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതൊക്കെ ഒഴിവാക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ അമിതമായി ഇടപെടുന്നത് ഒക്കെ ഒഴിവാക്കണം. ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ വളരെയധികം വൻ പുരോഗതിയാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുന്നത്. നിങ്ങൾക്ക് ഭവനത്തിൽ വന്നു പോകാൻ രീതിയിലുള്ള ഉദ്യോഗമാറ്റമൊക്കെ നിങ്ങൾ ക്രമീകരിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ സമ്മർദ്ദങ്ങളും നിങ്ങൾക്ക് ഈ വർഷത്തോടെ മാറിക്കിട്ടുന്നതാണ്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതൊക്കെ അഭികാമ്യമല്ല. ഇപ്പോഴുള്ള ഉദ്യോഗത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉള്ള ഉദ്യോഗത്തിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അക്കരെ പച്ച തേടി പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ടത്. സുഖദുഃഖങ്ങളെയൊക്കെ ഒരുപോലെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ സംജാതമാക്കിയെടുക്കുന്നതാണ്. വ്യവസ്ഥകളൊക്കെ നിങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ഭദ്രതയില്ലാത്ത ചില
സാമ്പത്തിക ഇടപാടുകളിലേക്കൊക്കെ ഒന്ന് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങളെ യുക്തിപൂർവം പിന്മാറേണ്ടതാണ്. പ്രലോഭനങ്ങള് പലതും നിങ്ങൾക്കുണ്ടാകും, എങ്കിലും വിശദമായിട്ട് അന്വേഷിച്ചറിയാതെ അതിലൊന്നും ചെന്ന് ചാടരുത്. അവഗണിക്കപ്പെട്ട നിങ്ങൾക്കൊരു അവസ്ഥയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം, അതൊക്കെ മാറി നിങ്ങൾ വളരെയധികം പരിഗണിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ ഈ വർഷ അവസാനവും വാഹനങ്ങളൊന്ന് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചൈനീസ് അസ്ട്രോളജിയിൽ വൻ വിജയവും കുതിപ്പ് ചാട്ടവും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നതാണ്. വന്നു ചേരുന്ന അവസരങ്ങളെയൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.